ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വൈകുന്നേരത്തെ നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ കുറച്ച് മിക്സ്ചർ ആയാലോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണം. നമുക്ക് ആദ്യം ഇതിൻ്റെ സേവ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് കടലപ്പൊടി, അതിലേക്ക് നല്ല ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1-2 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരിയാണ് എടുത്തത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒരു ഇത്തിരി കൂടെ ലൂസിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ഈ സേവ് ഉണ്ടാക്കുന്നത് നമ്മുടെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഏറ്റവും ചെറിയ അച്ചുണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ്. അതാകുമ്പോഴാണ് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്കിത് നമ്മുടെ മാവ് ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ബൂന്തിയുടെ മിക്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1-2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു ഇത്തിരി ലൂസിൽ നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇതിനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സേവിൻ്റെ സെയിം മിക്സ് തന്നെയാണിത്, പക്ഷെ അത് ഒത്തിരി കൂടി ലൂസിലാണെന്ന് മാത്രം. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കട്ടോ. നമ്മളിത് 2 ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ചെറിയൊരു മഞ്ഞ കളറിലും ഒന്ന് കുറച്ചുകൂടെ ഒരു റെഡ് കളറിലും. അപ്പോൾ ബാക്കിയുള്ള മാവിൽ നമ്മൾ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഓയിലിന് നല്ല കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് കടലപ്പരിപ്പ്, നമ്മുടെ പൊട്ടുകടല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും, ബ്രൗൺ കളറായി പോവും. പിന്നെ കടല ഫ്രൈ ചെയ്തെടുക്കാം. അതും ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ കടല ഇട്ട ഉടനെ തന്നെ ഭയങ്കര ഒരു പത പോലെ ഉണ്ടാവും. ആ പതമൊക്കെ മാറി വരുന്ന സമയത്താണ് കടല നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ കുറച്ച് കോൺഫ്ലെക്സ്, അത് നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഓരോ സാധനങ്ങളും നമ്മൾ ടിഷ്യൂ പേപ്പറിനകത്താണ് ഫ്രൈ ചെയ്തിടേണ്ടത്. ആ ഓയിലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ, ഓയിലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ സേവിൻ്റെ മാവ് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഒരു സൈഡ് പെട്ടെന്ന് കുക്കായി കിട്ടും. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, വേറൊരു കളറായിട്ട് മാറും, അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഇനി നമ്മൾ നമ്മുടെ ബൂന്തി ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഓട്ടക്കൈല്, അല്ലെങ്കിൽ എന്താ അരിപ്പക്കൈല് എന്ന് പറയും, അത് വെച്ചിട്ട് നമ്മുടെ മാവ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഒരു സ്ഥലത്ത് തന്നെ ആക്കരുത്, ഒരു സ്ഥലത്ത് തന്നെ ആക്കിയാൽ അത് കട്ട പിടിച്ച് പോകും. പിന്നെ നമ്മൾ ഇട്ടയുടനെ തന്നെ അത് ഇളക്കാനും പാടില്ല, അപ്പോൾ അതിൻ്റെ ആ ഷേപ്പൊക്കെ മാറിപ്പോവും. അതും നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ വറുത്ത് കോരുക. ഇനി നമ്മൾ മിക്സിങ് പരിപാടിയാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഈ സേവ് ഉണ്ടല്ലോ, അതിങ്ങനെ പൊടിച്ചെടുക്കുക. അത് നല്ലൊരു എന്താ പറയുക, നല്ല രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സേവൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാം. ഭയങ്കര ഓവറായിട്ട് ചെയ്യണ്ട കേട്ടോ, ഒന്ന് ലൈറ്റായിട്ട് ഇതേപോലെ നമ്മൾ ആ മിക്സറിൻ്റെ ഒരു വരെ നിങ്ങൾക്ക് അറിയില്ലേ, അതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ നമ്മളെ ബൂന്തി, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ്, കോൺഫ്ലെക്സ്, കടല, കറിവേപ്പില, നമ്മുടെ വെളുത്തുള്ളി, പിന്നെ ഒരു ഇത്തിരി ഉപ്പ് മുകളിലിട്ട് കൊടുക്കുക. കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ മുളക് പൊടി, പിന്നെ ഒരു 1-2 പിഞ്ച് കായം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ മിക്സർ റെഡിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള മിക്സർ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. നമ്മുടെ ചാനൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. താങ്ക് യു. ബൈ.